അപ്പം മാരാര് സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പൊ ഒരു ബോംബല്ല ഒന്നിച്ച് കുറെ അധികം ബോംബ് ഒന്നിച്ചിട്ട് പൊട്ടിച്ച പോലെ ഇപ്പോഴത്തെ അവസ്ഥ ബിഗ് ബോസിനെ കുറിച്ച്. അതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന ഇന്നത്തെ ഈ വിഷയം എന്ന് വെച്ചാൽ സ്ത്രീകളെ അവർ ദുരുപയോഗം ചെയ്യുന്നു, പെണ്ണുപിടി നടത്തുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അതിനകത്ത് പറയേണ്ടത് നമ്മൾ കേസിലൊന്നും പോയിട്ട് ഒരു കാര്യമില്ല, കാരണം സമ്മതപ്രകാരം നടക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് പറയേണ്ടത് അധ്വാനിക്കാൻ കഴിയില്ലാത്ത പെണ്ണുങ്ങള് ആ വഴിയൊക്കെ പോകും, അതിനതുകൊണ്ട് കേസൊന്നും പോയിട്ട് കാര്യമില്ല. പക്ഷെ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇതിനെ പുറത്ത് കേസെടുക്കാൻ പറ്റും. എന്താണെന്ന് ചോദിച്ചാൽ ഈ ചീഞ്ഞ കാര്യങ്ങൾക്കെല്ലാം പ്രേക്ഷകരെ കൊണ്ട് തള്ളിയിട്ട് പ്രേക്ഷകരെ കൂട്ടുപിടിക്കുന്നുണ്ട് ഇവര് ചെയ്യുന്ന എന്ത് തോന്നി. അതായത് ഒരു പെണ്ണിനെ ഒരു സ്ത്രീയെ ആ ബിഗ് ബോസ് ഷോയില് 90 ദിവസം നിർത്തണേ, അവൾ ഒന്നേ പകുതി എല്ലാ അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാകുന്നു. അതായത് അവൾ കൂടെ കിടക്കാൻ തയ്യാറാവുന്നു, അവൾക്ക് കിട്ടുന്ന പൈസയുടെ പകുതി അവർക്ക് കൊടുക്കാൻ തയ്യാറാവുന്നു. ഈ അഗ്രിമെന്റ് അവൾ സൈൻ ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് നിൽക്കുന്നു. ഇതിപ്പോ സിനിമാ ലോകത്താണെങ്കിൽ ഇങ്ങനത്തെ തന്നെ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്. ഇതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ അത് വന്നു മീ ടു എന്നൊക്കെ പറഞ്ഞ് പിന്നീട് വെളിപ്പെടുത്തിയിട്ട് കാര്യം നമുക്കറിയാം. പക്ഷെ സിനിമാ ലോകത്ത് നിങ്ങൾ പുറകോട്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന പല ഫിലിം സ്റ്റാർ പെണ്ണുങ്ങൾ സ്ത്രീകളുണ്ട്. അതായത് ഒരൊറ്റ ഫിലിമിൽ മാത്രം അഭിനയിച്ചു പോയിട്ട് പിന്നീട് സിനിമാ ലോകത്തെ മഷിയിട്ട് നോക്കിയാൽ കാണാൻ കിട്ടാത്ത പല നടിമാരുണ്ട്. അല്ലെ ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിച്ചു. കാരണം പിന്നീട് അവരോടും ഈ അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെടുമ്പോൾ പിന്നെ ഈ ഫീൽഡിൽ നിൽക്കാൻ താല്പര്യമില്ലാതെ പോയ നടിമാരുണ്ട്. അപ്പം അധ്വാനിച്ച് ജീവിക്കാനോ അതിന് തയ്യാറാവുകയും പേരും ഫേമസും വൃത്തികെട്ട വഴിയിലൂടെ വേണ്ടാന്ന് ആലോചിക്കുകയും ചെയ്യുന്ന സ്ത്രീകള് ഇതിന് നിൽക്കാറില്ല. അവരവരുടെ പണി നോക്കിപ്പോകും. അപ്പം അതല്ലാതെ സൂത്രവിദ്യ ഫേമസും സൂത്രവിദ്യ പൈസ ഉണ്ടാക്കാന്നൊക്കെ ആലോചിച്ച് ഇറങ്ങിത്തിരിക്കുന്ന സ്ത്രീകളാണ് ഇവരൊക്കെ പറയുന്ന കേൾക്കുന്നത്. അപ്പൊ ഇവരാരും നിർബന്ധിച്ച് ഇവരെ ആരെയും ഒന്നിനും ഉപയോഗിക്കുന്നില്ല. ഈ സ്ത്രീകളെ ഈ പെണ്ണ് പിടിക്കുന്നെന്ന് പറഞ്ഞതും ഈ 90 ദിവസം നിൽക്കാൻ വേണ്ടി ഇവരുടെ പൈസ മേടിക്കുന്നു പറഞ്ഞതും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവെന്ന് പറഞ്ഞത് ഇതെല്ലാം സ്ത്രീകളുടെ സമ്മതപ്രകാരമാണ്. സുപ്രീം കോടതി വിധി അനുസരിച്ച് സ്ത്രീയും പുരുഷനും സമ്മതപ്രകാരം ഒക്കെ ജീവിച്ചാൽ ഒന്നിനും നിയമ നടപടി എടുക്കാനുള്ള നിയമം ഇവിടെ ഇല്ല. അത് അവരുടെ സൗകര്യമാണ്, അങ്ങനെ വിടണം. അതുകൊണ്ട് അതിന് കേസെടുക്കണ്ട. പക്ഷേങ്കില് മനുഷ്യാവകാശ കമ്മീഷൻ ആണേലും ഇതിന്റെ അകത്ത് ഒരു കാര്യത്തിന് കേസെടുക്കാൻ പറ്റും. എന്താ കാര്യം വെച്ചാൽ ഇവർ ഈ കാണിക്കുന്ന വൃത്തികേടിന് മറ പിടിക്കാൻ പ്രേക്ഷകരെ ഇവർ ഉപയോഗിക്കുന്നു. അതായത് ഇവരെല്ലാം കൂടി ആലോചിച്ചു പ്രേക്ഷകരെ വിഡ്ഢിയാക്കിക്കൊണ്ട് ഒരു ഷോ ഇങ്ങനെ നമ്മളിലേക്ക് വിടുന്നു. എന്നിട്ട് നമ്മളുടെ ഓട്ടാണെന്നും പറഞ്ഞ് നമ്മളെ ഇതിന്റെ അകത്ത് വിഡ്ഢിവേഷം കെട്ടിക്കുന്നു. അവരെന്തെങ്കിലും ചെയ്തു പോട്ടെ. മാരാര് പറഞ്ഞ പോലെ അവിടെ ഡാൻസ് പ്രോഗ്രാം, ഐഡിയ സ്റ്റാർസ്, പാട്ട് പ്രോഗ്രാം എന്ത് വേണേലും നടക്കുന്നുണ്ട്. അതിന്റെ അകത്ത് പ്രേക്ഷകരില്ല. അവരുടെ ഇഷ്ടം പോലെ അവരെന്താണ് ചെയ്യട്ടെ. ഇത് പ്രേക്ഷകരുടെ വോട്ട് പ്രകാരമാണ് അവിടെ ഓരോ ആഴ്ച ഓരോ മത്സരാർത്ഥി നിൽക്കുന്നെന്ന് പറയും. ഇവരുടെ ഇഷ്ടത്തിന് അവസാനം വരെ ചില മത്സരാർത്ഥികളെ അങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ അഭിഷേകാണോ പുറത്താവേണ്ടത്? വാ തുറന്ന് സംസാരിച്ചു തുടങ്ങിയ അഭിഷേകാണോ പുറത്താകേണ്ടത്? വാ തുറക്കാതെ അവിടെ എത്ര പേര് നിൽക്കുന്നുണ്ട്. ഇനി അതങ്ങ് മാറി നിൽക്കാം. രാപകലില്ലാതെ കാമ പേക്കൂത്ത് നടത്തിക്കൊണ്ടിരുന്ന ജാസ്മിൻ ഗബ്രി അവിടെ നിൽക്കുവോ? ആ ഒരു ചോദ്യം ചോദിച്ചാൽ പ്രേക്ഷകരോട് ഒരു വോട്ടെടുപ്പ് നടത്തുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ജാസ്മിനെയും ഗബ്രിയെയും പുറത്താക്കാൻ അവരെന്നോ പറയും. ഇന്നലെ തന്നെ ലാലേട്ടൻ വന്നിട്ട് പക്ഷാഭേദങ്ങൾ തന്നെ കാണിക്കുന്നു, പാർഷ്വാലിറ്റി തന്നെ കാണിക്കുന്നു. ഈ ജിൻഡോയെ ഉപദ്രവിക്കുന്നു, അടിക്കുന്ന കാര്യം ഒന്നും ചോദിക്കുന്ന പോലുമില്ല, മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. അതുപോലെ ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഗബ്രിയുടെ പുറകെ നടന്ന് കാല് പിടിച്ച് കെഞ്ചുകയാണ് ചെയ്യുന്നത് ജാസ്മിൻ. എടാ ഞാൻ പുറത്തിനി ഞാൻ എന്തെല്ലാം വിഷയങ്ങളുണ്ടായാലും ഞാൻ അതിനെല്ലാം തരണം ചെയ്ത് നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. എനിക്കിപ്പോ നിന്നോട് പ്രണയമാണുള്ളത്, നീ എന്നെ പ്രണയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അവനത് കേട്ടിട്ട് ദേഷ്യം. അവൻ ഒന്നാമത് ഉടായ്പിന്റെ ആളാണ്. അവനെ സാമ്പത്തികം പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട്, ജാതി പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവനങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ജാസ്മിൻ ഉദ്ദേശിക്കുന്ന പോലെയല്ല ജാസ്മിനെ അവൻ കല്യാണം കഴിക്കുകയല്ല. പക്ഷെ ജാസ്മിൻ കടിച്ചതും പിടിച്ചതും ഇല്ലാത്ത അവസ്ഥയിൽ ഈ ഷോ കൊണ്ട് എത്തിച്ചു. ജാസ്മിന് ഇവിടെ പൈസ കൊടുത്ത് ഇവർക്ക് ചിലപ്പോൾ കിട്ടുന്ന പൈസ അങ്ങോട്ട് കൊടുത്തിട്ടായിരിക്കാം ജാസ്മിൻ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ നിന്നാലും ജാസ്മിന് കിട്ടുന്ന ഫേമസ് ആയിരിക്കാം ജാസ്മിൻ ഉദ്ദേശിച്ചത്. ഭാവി സിനിമ കയറാന്നൊക്കെ ചിലപ്പോൾ അത് നടക്കുമായിരിക്കും. പക്ഷെ ജാസ്മിൻ ഇപ്പൊ കിട്ടിയ ഫേമസ് നെഗറ്റീവ് ഫേമസ് ആണ്. അതുകൊണ്ട് യാസ്മിന് ഒരു പ്രയോജനമില്ല ഈ ഷോ കൊണ്ട്. അത് വേറൊരു കാര്യം. അപ്പൊ യാസ്മിൻ ഇന്നലെ നടന്നു നിന്ന് ഗബ്രിയോട് കെഞ്ചുന്നുണ്ടായിരുന്നു. കാരണം എൻഗേജ്മെന്റ് കഴിഞ്ഞേച്ച് പോയ ഒരു പെണ്ണ് തിരിച്ചു വന്ന് അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഞാൻ ചെയ്തോളാം എന്നുള്ള രീതിയിൽ എനിക്കറിയാം ഒത്തിരി ഭവിഷ്യത്തുകൾ ഇവിടെ ഉണ്ട്, എന്നാലും ഞാൻ അതൊക്കെ തരണം ചെയ്ത് വരാന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തേലും ആട്ടെ. പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ ഇവരെ എങ്ങനെ വേണേലും ഉപയോഗിച്ചോട്ടെ. അത് അവളുമാരുടെ സമ്മതപ്രകാരമല്ലേ. നമുക്ക് അതിനകത്ത് വലിയ റോളൊന്നുമില്ല. അവരനുഭവിച്ചോളും. അല്ല അവരുടെ ജീവിതം പോയാലും അവരനുഭവിച്ചോളും. അല്ലാത്ത വ്യക്തിത്വമുള്ളവർ ഇതിനൊന്നും നിൽക്കില്ല, പോടാ പുല്ലെന്ന് പറഞ്ഞാൽ അവര് പോലും. ഇത് അതല്ലാതെ സീസൺ ആദ്യം തൊട്ട് നോക്കിയാൽ സീസൺ 6 വരെ നോക്കിയാൽ നമുക്കൊന്ന് വാച്ച് ചെയ്താൽ, സീസൺ 6 വരെ നമുക്ക് വാച്ച് ചെയ്താൽ ചില മത്സരാർത്ഥികളുടെ ലേഡീസ് മത്സരാർത്ഥികളുടെ ചില കാര്യങ്ങൾ ആലോചിച്ചാൽ നമുക്ക് ഈ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കി വേണമെങ്കിൽ എടുക്കാം. അങ്ങനെയാണ്. അത് നമുക്ക് നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. ചില കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കിയാൽ ഈ പറഞ്ഞത് സത്യമാണ്. 90 ദിവസം വരെ നിർത്താനും
രണ്ടാമത് പോയിട്ട് വന്നിട്ട് നിൽക്കാനും ഇതിനും എല്ലാം അവസരം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുറത്താക്കിയാലും പുറത്താകാതെ നിന്നിട്ടുണ്ട് സീസൺ 1 തൊട്ട് സീസൺ 6 വരെ. അപ്പൊ ഈ പറഞ്ഞ പോലെ കാശ് മേടിച്ചത് ഏഷ്യാനെറ്റിന്റെ എല്ലാവരും അല്ല, കുറച്ചു പേരെയുള്ളൂ, കുറച്ചു പേരൊക്കെ ഇത് ഇട്ടിട്ട് ദേഷ്യം വന്ന് ഇട്ടിട്ട് പോയി എന്നൊക്കെ മാരാര് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട ഒരു കേസ് വേണം. എന്താന്ന് വെച്ചാൽ പ്രേക്ഷകരെ വെറും ശശിയാക്കി മണ്ടന്മാരാക്കി. അയ്യോ നിങ്ങളുടെ വോട്ട് നമ്മൾ ഹോട്ട്സ്റ്റാർ എടുത്ത് നമ്മൾ പൈസ മുടക്കി, അയ്യോ നിങ്ങളുടെ വോട്ട് പ്രകാരമാണ് അവിടെ നിർത്തുന്നത്. അത് വളരെ തെറ്റാണ്. ആ ഒരു സംഗതി നമ്മളെ വിട്ടിവേഷം കെട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ നിന്നു കൊടുക്കരുത്. ഒന്നേ ഈ ഷോയിൽ നിന്ന് പ്രേക്ഷകരെ എടുത്തു മാറ്റണം. ഇവര് ഷോ നടത്തുക, ഇവരെന്ത് വേണേലും നടത്തിക്കോട്ടെ, അത് കാണാനുള്ള ആൾക്കാർ കണ്ടോട്ടെ, അങ്ങനെ കാണുക. അങ്ങനെയല്ലാതെ ഇതൊരു റിയാലിറ്റി ഷോയാണ്, ഇതിന്റെ അകത്ത് ആൾക്കാർ പോകുന്നതും കയറുന്നതും വരുന്നതും ഒക്കെ പ്രേക്ഷകരുടെ വിധിയാണ് എന്നെല്ലാം പറഞ്ഞ് പ്രേക്ഷകരെ മണ്ടന്മാരാക്കാതെ സാധാരണ പാട്ട് പ്രോഗ്രാം ഒക്കെ നടത്തുന്നവരെ തന്നെ നടത്തുക, അത്ര തന്നെ. എന്നിട്ട് അവർ മുന്നോട്ട് പോകട്ടെ. അപ്പൊ ഒരു പരാതിയില്ല, ഇതുപോലെ പൈസ കൊടുത്ത് കയറുന്നവർക്ക് കയറാം, അവിടെ നിൽക്കുന്നവർക്ക് നിൽക്കാം, എന്ത് വേണേലും ചെയ്യാം. ഏതായാലും സീസൺ 6 എത്തിയപ്പോഴത്തേന് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയുന്നവര് സീസൺ 1 തൊട്ട് പലരെയും പീഡിപ്പിച്ചും പല ഉടായ്പകൾ ചെയ്തും ഒക്കെ വന്നെങ്കിലും ഇപ്പൊ ആശംസ വരെ മാരാർ അയച്ചതാന്ന് ഓർക്കണം. 50-ാം ദിവസത്തിന്റെ ആശംസ വരെ അയച്ച മാരാരെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഉടായ്പെല്ലാം വീണ്ടും തിരുത്തി പറയിച്ചു. മാരാര് ഭയങ്കര ദേഷ്യത്തിൽ എടുത്തടിച്ചോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊരു നിയോഗമാണ്, അങ്ങനെയാണ്. കാരണം പണ്ടൊരിക്കൽ റോബിനും ഇത് പറഞ്ഞാണ്. റോബിൻ പറയുമ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും, റോബിനെ കൊണ്ടുവന്ന ബിഗ് ബോസ് ആണ്, തിന്നയോന്ന് നന്ദിയില്ല, വന്ന വഴി മറന്നു, റോബിനെ എല്ലാരും പറഞ്ഞത് ബിഗ് ബോസ് മൂലമല്ലേ, എന്നിട്ടും റോബിൻ ബിഗ് ബോസിനെ തള്ളി പറഞ്ഞു. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് റോബിന്റെ വായടയ്ക്കും. റോബിന് പറയാൻ അവകാശമില്ല. പക്ഷെ അപ്പോഴും നിങ്ങൾ അവിടെ മനസ്സിലാക്കണം, റോബിനെ വന്ന വഴിയാണേലും ഇവര് ചെയ്ത ഉടായ്പും ഇവര് ജനങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുക. എന്നെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ഇത്രയും പേരുണ്ട്, അവരെ ഉൾപ്പെടെ ഇവരിങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുക എന്നാണ് റോബിൻ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാൻ സോഷ്യൽ മീഡിയ തയ്യാറില്ല. റോബിൻ വന്ന വഴി മറന്നു, റോബിൻ വന്ന വഴി മറന്നു. ഇത് തന്നെ റോബിനെ അറിഞ്ഞത് ബിഗ് ബോസ് കാരണം, എന്നിട്ട് റോബിൻ വന്ന വഴി മറന്നു. ഇത് തന്നെ പറഞ്ഞ് സോഷ്യൽ മീഡിയ പുച്ഛിച്ചു. ഇന്ന് ഏഷ്യാനെറ്റുമായിട്ട് ഏറ്റവും അടുത്ത് നിന്ന് മാരാര് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന മാരാര് പറഞ്ഞപ്പോ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കേണ്ടി വരും. അതാണ് ഈ കാലം തെളിയിക്കുമെന്ന് പറയുന്നത്. ഒരാൾ പറഞ്ഞു വിട്ട കാര്യമാണ്, ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാതെ വിട്ടിട്ട് ഇന്നിപ്പോ സോഷ്യൽ മീഡിയ അംഗീകരിക്കുന്ന ആള് പറഞ്ഞപ്പോ സോഷ്യൽ മീഡിയക്ക് വിശ്വാസമായി, സത്യമാണ്. അപ്പൊ ഇപ്പൊ പറയുന്നുണ്ട് റോബിൻ പറഞ്ഞത് സത്യമാണ്. ഇതാണ് പറയുന്ന കാലം തെളിയിക്കുന്നത്. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.